ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി? ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കരിയറൊക്കെ വളരെയധികം സെറ്റായിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഇത്. മേ ബി ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് ഒരു റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എത്രയൊക്കെ ലൈഫിൽ സക്സസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. എത്രയൊക്കെ സന്തോഷങ്ങൾ ചുറ്റും സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വിജയം ആഘോഷിക്കാനുള്ള സമയമാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരു വ്യക്തിക്ക് ഒന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് ആ ഒരു പേഴ്സണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ്. ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച പാസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങളിലേക്ക് ഇനിയും വന്നു കഴിഞ്ഞാൽ ഇനിയും ആ ഒരു വ്യക്തിക്ക് വേദനിക്കേണ്ടി വരുമോ എന്നുള്ള ഭയമായിരിക്കാം മേ ബി ചിലപ്പോൾ ഉള്ളത്. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം എന്തൊക്കെ കാരണമാണെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുകയാണ്. വരണമെന്നുണ്ട്, പക്ഷെ വേദനിക്കുമോ എന്നുള്ള ഭയത്താൽ മാറി നിൽക്കുന്നു. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങളോട് ഈ ഒരു പേഴ്സണ് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നുകയാണ്. ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി ഇല്ല. എങ്ങനെ ഞാൻ വരും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ വന്ന് പ്രപ്പോസ് ചെയ്യും, ഇനിയും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന എനർജിയാണ്. ഈ ഒരു സമയം വളരെയധികം ഇമോഷൻസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആൾ വളരെയധികം സ്റ്റക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ഒരാളുടെ എനർജിയാണ്. പക്ഷെ നിങ്ങളിലേക്ക് വരണമെന്നുമുണ്ട്. ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു എക്സിസ്റ്റൻസ് വേണം, ഇത് എന്നത്തെ കാലത്തേക്കും നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫയർ എനർജി പോലെ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണമെന്നാണ് ആൾ ആലോചിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ അതിന് നടക്കുന്നില്ല. ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റെന്ത് കാര്യം അവരുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങളെന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു വ്യക്തി വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആൾ സ്റ്റക്കാണ്. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ അവരുടെ ആക്ഷൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല, സ്റ്റക്കാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഒരു ആവേശമാണ്. കാരണം നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്.
അതായത് ഒരു പൊന്നു പോലെ നിങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കാരണം നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷനാണ് ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ തന്നെ വളരെയധികം ക്യൂരിയോസിറ്റിയാണ് ഈ ഒരു പേഴ്സണ്. അപ്പം എന്തായാലും നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, പേടി ഉണ്ടാകുന്നു. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷനിൽ നിന്ന് ഈ ഒരു വ്യക്തി പിന്മാറുന്നുണ്ടായിരിക്കാം. അപ്പോൾ പല പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പം എങ്ങനെ എന്നുള്ളതിൽ തീർച്ചയില്ല. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് വളരെയധികം അസ്വസ്ഥമാണ്, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. ഒരു ക്ലാരിറ്റിയും ഇല്ല, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികത്തിലേക്ക് ആക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു വ്യക്തി വാക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അത് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ സ്റ്റക്നെസ് എല്ലാം മാറും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരികെ വരുന്നതാണ്. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോഴത്തെ സ്റ്റക്ക് സിറ്റുവേഷനൊക്കെ വളരെയധികം ടെമ്പററിയാണ്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ പേടികളായിരിക്കാം ആ ഒരു വ്യക്തിയെ പിന്നോട്ട് വലിക്കുന്നത്. എന്തായാലും അതെല്ലാം മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ക്ലാരിറ്റിയിലേക്ക് വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നെയും സ്റ്റാർട്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾ വളരെയധികം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പേടികളാണ്. ഇനിയും വന്നു കഴിഞ്ഞാൽ എനിക്കിനിയും വേദനിക്കേണ്ടി വരുമോ, പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നൊക്കെ ആ ഒരു വ്യക്തി ഭയക്കുന്നു. പക്ഷേ നിങ്ങളോട് വളരെയധികം അൺകണ്ടീഷണലായിട്ടുള്ള പ്രണയമുണ്ട്. നിങ്ങളോട് വളരെയധികം ഒരു പാഷനുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വാല്യബിളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വിജയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ എന്ത് കാര്യത്തിനും ഈ ഒരു വ്യക്തിയോട് സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് ചിലപ്പോൾ ഇന്ന് ഈ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന ഈ ഒരു സക്സസ് പോലും ഞാൻ പറഞ്ഞില്ല, അവരുടെ ലൈഫിൽ ഇപ്പോൾ വളരെയധികം ആ ഒരു വ്യക്തി എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. ചിലപ്പോൾ അതിനെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നു, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും, ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളതെല്ലാമാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെയധികം പോസിറ്റീവായിരുന്നു. ഇനിയും യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരാനിരിക്കുന്നത്? പ്ലീസ് ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം, വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ സ്ട്രെസ് അടിച്ചിരിക്കേണ്ടവരല്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടെ സോളിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാകുന്നതാണ്, ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് ഗൈഡൻസാണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിൽ വെക്കേണ്ടതുണ്ട്. ഒന്നും എക്സ്ട്രീം ലെവലിലേക്ക് പോകരുത്. അത് സങ്കടമാണെങ്കിലും ശരി, അത് നിങ്ങളുടെ ലൈഫിലെ മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഒരു ബാലൻസ് നിലനിർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രെസ് അടിക്കുന്നുണ്ടായിരിക്കാം, അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ
നിങ്ങൾ വളരെയധികം സ്ട്രെസ് അടിച്ചിരിക്കാതെ എല്ലാ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞായിരിക്കാം അതിൻ്റെ അയ്യോ അത് ചെയ്യണ്ടായിരുന്നല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യം ലൈഫിൽ ചെയ്താലും അത് ചിന്തിച്ചത് വളരെയധികം ക്ലിയറായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ആക്ഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡൂടെ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളായിരിക്കാം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും പരാജയപ്പെടുമോ എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നുള്ള ആലോചിച്ചിട്ടായിരിക്കാം. ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും അതെല്ലാം ആവർത്തിക്കുമോ, ഇനിയും ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാലും ഇതെല്ലാം ഇനി ആവർത്തിക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനോ അതുമായി മുന്നോട്ട് പോകാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥ. നിങ്ങളും വളരെയധികം സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. കാരണം ഇങ്ങനെ മൈൻഡ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയുകയില്ല. അപ്പം മനസ്സിൻ്റെ കൺഫ്യൂഷൻ മാറ്റുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിൽ കൊണ്ടുവരിക. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ളത് കാണും. അപ്പം ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങൾ വീണ്ടും ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. മൈൻഡിനെ എൻഗേജ്ഡ് ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.